എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കാണുന്ന കാഴ്ചകൾ ലണ്ടനിലെ ഒരു ക്രിസ്മസ് ലൈറ്റ് ടൂറാണ്. ഓരോ പട്ടണങ്ങളുടെയും ചരിത്രവും കഥകളും നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ കാണുന്ന ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലാൻഡ്മാർക്കുകളും അന്നത്തെ കലാകാരന്മാർ അവശേഷിപ്പിച്ചിട്ടു പോയ സൃഷ്ടികളുമായിരിക്കും. എത്ര കണ്ടാലും മതിവരാത്ത നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന തെരുവുകളിലേക്ക് വീണ്ടും സ്വാഗതം. പല ടൂറുകൾ നമ്മൾ പോകാറുണ്ടെങ്കിലും പലപ്പോഴും വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ ഗൈഡ് പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കും. ഈ ടൂർ നടക്കുന്ന സ്ഥലത്തിന്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനാൽ ഇനിയും ആവർത്തിക്കുന്നില്ല. കോവന്റ് ഗാർഡൻ തന്നെയാണ് ആദ്യ കുറച്ച് ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാസ്കും സാനിറ്റൈസറും വേണ്ടാതിരുന്ന അക്കാലത്ത് തന്നെയാണ് ഈ വീഡിയോയും എടുത്തിരിക്കുന്നത്. ഈ വർഷം ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരിക്കുന്നത് പോലെ തലയിൽ കളർ ലൈറ്റ് ഒക്കെ ചാർത്തി നിൽക്കുന്ന ആളാണ് നമ്മുടെ ഗൈഡ്. ക്രിസ്മസ് സമയമാകുമ്പോൾ ചൂട് വൈൻ വിൽപ്പനയ്ക്കുണ്ടാവും. ഹോട്ട് മൾഡ് വൈൻ എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ കറുവപ്പട്ടയൊക്കെ ഇട്ട് വാറ്റിയെടുക്കുന്നതാണ്. തണുപ്പിന് നല്ലൊരു ആശ്വാസവുമാണ്. നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടും. അലങ്കാരങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി കണക്ഷനുള്ള സോക്കറ്റുകൾ എല്ലാം തന്നെ ഭാവി മുന്നിൽ കണ്ട് അവിടെവിടെയായി ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളവയാണ്. അതായത് നമ്മുടെ പരിപാടികളിലുള്ള ടെമ്പററി കേബിൾ അങ്ങനെ വലിച്ചു കെട്ടിയ അവസ്ഥ കാണാനില്ല എന്നർത്ഥം. ഈ ക്രിസ്മസ് ട്രീയുടെ കഥ നമ്മൾ മറ്റൊരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ അവിടെ നിന്നും പോയത് കോവന്റ് ഗാർഡനിലെ സെന്റ് പോൾസ് ചർച്ചിലേക്കാണ്. 1633 നിർമ്മിച്ചതാണ് ഈ ചർച്ച്. ലണ്ടനിലുള്ള ആക്ടേഴ്സ് എല്ലാം വന്നു പോകാറുള്ളതാണ് ഈ ചർച്ച്. അങ്ങനെ ചർച്ചിന്റെ മുന്നിൽ കൂടി നടന്നു പോകുമ്പോഴാണ് വെളിച്ചം കുറഞ്ഞ കുറച്ച് ലൈറ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണവ. വൈദ്യുതി കണ്ടെത്തും മുൻപേ ഒരു ജനതയ്ക്ക് വെളിച്ചം കൊടുത്ത ഗ്യാസ് ലൈറ്റുകൾ. സ്റ്റീഫൻ ഹെയിൽസ് 1726 ഗ്യാസ് കണ്ടുപിടിക്കുന്നു. 1792 വില്യം മർഡോ എന്ന സ്കോട്ടിഷ് എഞ്ചിനീയർ കോൺവോളിലുള്ള തന്റെ വീട് ഗ്യാസ് ഉപയോഗിച്ച് പ്രകാശം പരത്തുന്നു. അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗ്യാസ് കൊണ്ട് ലൈറ്റുകൾ സ്ഥാപിച്ച വീടായി മാറുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം 1807 ജനുവരി 28 ഫ്രെഡറിക് ആൽബർട്ട് വിൻസർ എന്ന ജർമ്മൻകാരൻ ലണ്ടനിലെ പോൾമോൾ സ്ട്രീറ്റിൽ ഗ്യാസ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നു. കൽക്കരി വായുവിന്റെ അഭാവത്തിൽ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൽ നിന്നായിരുന്നു അന്ന് ലൈറ്റ് കത്തിച്ചിരുന്നത്. അന്ന് അത് കത്തിക്കുന്നവർ ലാംപ് ലൈറ്റേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഇംഗ്ലീഷ് ഹെറിറ്റേജിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്ന 1500ഓളം ഫംഗ്ഷൻ ചെയ്യുന്ന ഗ്യാസ് ലൈറ്റുകൾ ലണ്ടൻ നഗരത്തിലുള്ളതായി അറിയുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് ഗ്യാസാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1726 കണ്ടുപിടിക്കപ്പെട്ട ഗ്യാസ് ഉപയോഗത്തിൽ വരുന്നത് 81 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് നമ്മൾ എത്രത്തോളം അഡ്വാൻസ് ആയ ടെക്നോളജിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ക്രിസ്മസ് ലൈറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് 10-200 വർഷം പിറകിലോട്ട് കൊണ്ടുപോയതിന് ക്ഷമിക്കണം. ഗ്യാസ് സ്ട്രീറ്റ് ലൈറ്റിന്റെ കഥകൾ വായിച്ചറിഞ്ഞപ്പോൾ അതൊന്ന് പങ്കുവയ്ക്കണം എന്ന് കരുതി. ആസ്വാദനത്തിൽ കുറവ് സംഭവിക്കുമോ എന്ന് കരുതി ഒരു ഫോട്ടോ പോലും എടുക്കാൻ തോന്നാത്ത കാഴ്ചകളാണ് രാത്രിയായാലും പകലായാലും ലണ്ടൻ നഗരത്തിനുള്ളത്. പക്ഷെ ഒരു ഫോട്ടോ എടുക്കാനായി നിങ്ങൾ ഫോണോ ക്യാമറയോ കയ്യിലെടുത്താൽ പിന്നെ എടുത്തുകൊണ്ടേയിരിക്കും. തിരിച്ചു വയ്ക്കുക അസാധ്യവുമാകും. ഇപ്പോഴും നാം കാണുന്ന പല കെട്ടിടങ്ങളുടെയും പുറം ഭാഗം മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നില്ല. ഒരു കലാകാരൻ വരച്ച പടം പോലെ മനോഹരമായി നിലകൊള്ളുന്നു അത്. 2020 ലണ്ടൻ നഗരത്തിന്റെ കുറേയേറെ കാഴ്ചകൾ നമുക്ക് ഫിലിം ചെയ്യണം എന്ന് കരുതിയതാണ്. പക്ഷെ പുറത്തിറങ്ങാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. I'd fall asleep to the screaming, sound machine always speaking, left emotional scars. Now I'm 21, a soul of 50 years. And now that you are gone, I'm doing things that I shouldn't know from. I'm doing things that I shouldn't do. At 21, a soul of 50 years. And now that you are gone, I'm doing things that I shouldn't know from.
you list me all the people that left you in your life. And you'd smoke on your chair while I was trying to sleep. I smell the smoke in the air, but that was normal for me. I didn't know. But now I'm 21. It's all of 50 years. And now that you are gone, I'm doing things that I shouldn't know from. I'm doing things that I shouldn't do. At 21, feels like I'm 50 years. And now that you are gone. ഇത് പിക്കിഡിലി സർക്കസ്. ഒരിക്കൽ വന്നു കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കാതെ ഓർമ്മകളിൽ ഇടം പിടിക്കുന്ന ലണ്ടൻ ഹൃദയഭാഗം. അതിന് പ്രധാന കാരണം ആരു കണ്ടാലും നോക്കി നിന്നു പോകുന്ന 21.1 മീറ്റർ നീളവും 4.8 മീറ്റർ വീതിയുമുള്ള LED ഡിസ്പ്ലേ തന്നെയാണ്. 1908 മുതൽ കാലാകാലങ്ങളായുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പരസ്യ ബോർഡ്. ഉണർന്നിരിക്കുന്ന ചരിത്ര അവശേഷിപ്പുകളുടെ കൂമ്പാരം തന്നെയാണ് ലണ്ടൻ പട്ടണം. ഓരോന്നും അടുത്തറിയുമ്പോൾ നമ്മളുടെ ആകാംക്ഷ വർദ്ധിക്കുന്നു. Down there, Regent Street goes around this corner, up to Oxford Circus, straight over, and it keeps going north. So this huge street was built in the Regency period, called Regent Street, because this guy was the Prince Regent. Now, this guy became George IV, Pall Mall and the Mall. Down there. വളരെയധികം കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണിത്. അതിന് നമുക്ക് മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും. ഇനി നമ്മൾ പോകുന്നത് അതിവിശാലമായ റീജന്റ് സ്ട്രീറ്റിലേക്കാണ്. കാണാം. റീജന്റ് സ്ട്രീറ്റ് യൂറോപ്പിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റായ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ക്രോസ് ചെയ്തു പോയി ട്രഫാൽഗർ സ്ക്വയറിൽ അവസാനിക്കും. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ട്രഫാൽഗർ സ്ക്വയറിൽ വെച്ച് നടന്ന ദീപാവലി ആഘോഷം നമ്മൾ വീഡിയോയായി ചെയ്തിട്ടുണ്ട്. I'm fine without you. You beg me to come with you. I don't know. I'm fine without you. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways,
wastelands through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands through the highways. And on we'll go. See the horizon, turn us to thousands, and we'll grow in number, fueled by them to see the horizon, turn us to thousands, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And so fast, all tied up like a captive. I'm on to you. Used to pay to my life, standing on rainbows, playing it cool. I don't felt this in ages, and I've no more patience. So won't you please stay a bit longer? You're making me stronger, making me stronger. എല്ലാവരും ഈ വീഡിയോ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഓരോ വീഡിയോയും അതിമനോഹരമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ 50 മുതൽ 60 വരെ മണിക്കൂറുകളാണ് ചിലവഴിക്കുന്നത്.
നിരവധി വീഡിയോകളാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാനുള്ള പ്രചോദനമാകുമത്. അതിനാൽ ദയവായി ഷെയർ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നമ്മൾ നടത്തിയ ബസ് ടൂറുകൾ മറ്റൊരു വീഡിയോയായി ഉടൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.